ആവശ്യമില്ല. നീ ചെയ്യേണ്ട പണി ഇംലി നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. എന്നെ വിട്, ഇല്ലെങ്കിൽ ഈ ഡിവൈസ് പൊട്ടിത്തെറിക്കും. ഒരു മിനിറ്റിനുള്ളിൽ ഡിവൈസ് പൊട്ടും, എല്ലാരും ഫ്രീസ് ആവും. എന്റെ ശരീരം മെറ്റലോണ്ട് ആയതുകൊണ്ടാ ഇവൻ മാഗ്നറ്റിക് റേസ് വെച്ച് എന്നെ പിടിച്ചത്. ഇതിനുള്ള പരിഹാരം എന്റെ അടുത്തുണ്ട്. ആന്റി മാഗ്നറ്റിക് റേസ് ഓൺ. ആന്റി മാഗ്നറ്റിക് റേസ് ഓൺ. അയ്യോ, ബാറ്ററി ലോ ആവാൻ വേറെ ഒരു സമയം കിട്ടിയില്ലേ? വേഗം ബാറ്ററി ചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ ട്രെയിനിനെ രക്ഷിക്കാൻ പറ്റില്ല. റോബോ ബോയ്, വേഗം വരൂ. ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. പവറൊക്കെ തീർന്നു പോവാ. എന്റെ കയ്യിൽ പിടിച്ചോ. ഈ കോച്ചിനകത്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമല്ലോ. Thank you, Emily. Welcome, Robo Boy. Okay, bye bye. See you. ഇനി 5 സെക്കൻഡേ ബാക്കിയുള്ളൂ. മാൻ ഫ്രീസിംഗ് ഡിവൈസ് നിന്റെ പുറത്തുണ്ട്. Thank you, Robo Boy. എല്ലാ റഡാറുകളും ഓണാണ്. ഇന്ന് ആ ഏലിയൻസ് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഏലിയൻ ഷിപ്പ് എത്തിക്കഴിഞ്ഞല്ലോ. മാത്രമല്ല അവർ ഫുർസത്ഗഞ്ചിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവര് ഭൂമിയുടെ എയർ സ്പേസിനകത്ത് കയറുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വിവരം കിട്ടേണ്ടതല്ലേ അപ്പൂപ്പ? വീർ, നീ പോയി ചെക്ക് ചെയ്യൂ. മിനാറിന്റെ അടുത്ത് എവിടെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. വേഗം ചെല്ലൂ. അതെ മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും പേടിയില്ല. പേടിക്കണ്ടെന്നേ. ഇനി ഒരിക്കലും ആ ഏലിയൻസ് ഇങ്ങോട്ടേക്കൊന്നും വരില്ല. അവർക്കറിയാം ഈ ഫുർസത് ഗഞ്ചിൽ ചഡ്ഡയുണ്ടെന്നുള്ള കാര്യം. ഇവരിത് പിന്നെയും വന്നല്ലോ. ഓടിക്കോ. അയ്യോ മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ ഇത് എങ്ങോട്ടായി പോകുന്നത്? ഇന്നലത്തെ പോലെ ഇവരിവിടുന്ന് വേഗം തല്ലി ഓടിക്ക്. അതെ, നിങ്ങൾ എന്തിനാ ഓടുന്നത്? അല്ല, നിങ്ങൾക്കിത് അറിയില്ലേ? ഇവരൊക്കെ ഭയങ്കര അപകടകാരികളാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഏറ്റുമുട്ടിയേനെ. പക്ഷെ ഇപ്പൊ ഏറ്റുമുട്ടിയാലേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇംലി, നമുക്ക് ഇവിടുന്ന് ഓടാം. പെട്ടെന്ന് വാ. ഞാൻ പോയി വീടിനെ വിളിച്ചോണ്ട് വരാം. രക്ഷിക്കണേ, 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 ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. അമ്മേ, അച്ഛാ, രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. അമ്മയച്ഛനൊന്ന് രക്ഷിക്കേ പ്ലീസ്. സ്റ്റോപ്പ്, അവിടെ നിൽക്കേ. നിൽക്കാൻ. Wing suit on. Wing suit on. ഇംലി, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിന്റെ അമ്മയും അച്ഛനെയും ബാക്കി എല്ലാവരെയും നമുക്ക് രക്ഷിക്കാം. അപ്പൂപ്പ, ഞാൻ എല്ലാ സ്ഥലത്തും അവരെ തപ്പി നടക്കാം. ഓക്കെ വീർ,
സൂക്ഷിച്ചു പോകണേ. ഞാനിപ്പോൾ എന്റെ ലാബിലേക്ക് പോവുകയാണ്. വരൂ എംലി. അപ്പൂപ്പ ഞാനും വീറിന്റെ ഒപ്പം പോവാം. ഓക്കെ എംലി. ബോസേ, ഇയാളൊരു ചെറിയ സ്പേസ് ഷിപ്പിൽ കയറി നമ്മുടെ താവളത്തിനകത്ത് വന്ന് എല്ലാം ഒളിഞ്ഞു നോക്കുമായിരുന്നു. ഡോക്ടർ പ്രേം സഹായ്, വെൽക്കം വെൽക്കം. അങ്ങനെ ഒടുവിൽ നിങ്ങൾക്ക് എന്റെ കാൽച്ചുവട്ടിലേക്ക് വരേണ്ടതായി വന്നുവല്ലേ? വീർ എവിടെയാണുള്ളത്? അവൻ എവിടെയാണെങ്കിലും സ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അവനിവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഞാൻ ഇനി വീറിനെ പോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കി ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായി മാറും. എനിക്കിപ്പൊ തന്നെ വീറിനെ കണ്ടേ പറ്റൂ. അതിനെന്താ, കാണിക്കാമല്ലോ. എന്താണ് ഇത്ര ധൃതി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല. വീർ, അപ്പൂപ്പനിപ്പോ മാഡ് മാക്സിന്റെ കയ്യിലാണുള്ളത്. വേഗം വരൂ, എല്ലാരെയും രക്ഷിക്കണം. ഒരു മിനിറ്റ് ഇംലി. അവരെന്നെ ഈ ടേബിളിലേക്ക് എടുത്തിയ സമയത്ത് എന്റെ ഉള്ളിൽ കുറച്ച് പവേഴ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേട്ടത് എന്താണെന്നോ? ബോസ് ബോസ്, ഈ ചങ്ങല വെച്ച് ഇവനെ കെട്ടിയിടാം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് ഓടിക്കളയും. എടാ, ഇവൻ ഈ ടേബിളിൽ നിന്നും ഇറങ്ങിയാൽ ഇവിടെ പൊട്ടിത്തെറിക്കും. അങ്ങനെ അവൻ സ്വയം ഇല്ലാതെയാകും. നീ കേൾക്കുന്നുണ്ടോടാ വീർ? നിന്റെ ഉള്ളിൽ കുറച്ച് എനർജി ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ കേട്ടുകൊള്ളൂ. ഈ ടേബിളിൽ നിന്ന് നീ ഇറങ്ങരുത്. ഇറങ്ങിയാൽ ഇവിടെ എല്ലാം പൊട്ടി തകരും. ഇംലി, എനിക്ക് ടേബിളിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇതെല്ലാം പൊട്ടിത്തെറിക്കും. വീർ, എന്റെ നിന്റെ വെയിറ്റ് ഏകദേശം ഒരുപോലെയാ. നീ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. നിനക്ക് പകരം ഞാനിവിടെ ഇരുന്നോളാം. നീ എല്ലാരെയും രക്ഷിച്ചിട്ട് പിന്നെ ഒന്ന് എന്നെ രക്ഷിച്ചാ മതി. ഓക്കെ? താങ്ക്സ് ഇംലി. നിന്നെ പോലെ ഒരു കൂട്ടുകാരെ കിട്ടാൻ വളരെ പ്രയാസമാ. ഇംലി, ഞാൻ പോയിട്ട് വേഗം വരാം. നീ ഈ ടേബിളിൽ നിന്ന് ഇറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഓക്കേ വീർ. ഡോക്ടർ പ്രേം സായ്, നിങ്ങളിതാ വീറിനെ കണ്ടുകൊള്ളൂ. അവൻ എന്തുമാത്രം നിസ്സഹായനാണെന്ന് അറിയാമോ? മാത്രമല്ല, തനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവൻ അനുസരിച്ചോ? എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എന്ത് വേണമെങ്കിലും ചെയ്യാം. ബൈ 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 ബൈ. ഇനി ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടോ? സ്കൂളിൽ പോവാൻ സമയമായി. ഞാൻ എന്നാ സ്കൂളിലേക്ക് പോകട്ടെ. ജിൻടു, അവന്റെ ശരീരത്തിൽ നിന്റെ ശക്തികൾ കയറി. വാ, അവന്റെ പുറകെ പോവാം. അവനെ തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യുന്ന ആർക്കും അറിയില്ല. കൂട്ടുകാരെ, ഇന്ന് എനിക്ക് പഠിക്കാൻ ഒരു മൂടുമില്ല. അതുകൊണ്ട് സ്കൂളിന് ഞാൻ ഇന്ന് അവധി കൊടുക്കാൻ പോവാ. വേഗം ബെല്ലടിക്കട്ടെ. നീ ഇതെങ്ങനെയാ ചെയ്തേ? ബണ്ടി, ഇതെല്ലാം നീ എങ്ങനെയാ ചെയ്യുന്നേ? എനിക്കറിയില്ല. പെട്ടെന്ന് എന്റെ അകത്ത് മാന്ത്രിക ശക്തി വന്നു. ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വീർ, നീ ഇങ്ങ് വന്നേ. എന്നിട്ട് നിനക്ക് എന്തൊക്കെ മാന്ത്രിക ശക്തി ഉണ്ടോ അതൊക്കെ നീ കാണിക്ക്. ഇന്ന് ഞാൻ നിന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറാ. നമുക്ക് മാജിക്കിന്റെ ശക്തി ഇവന്റെ പിടിച്ചു മേടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ, ഒരു വഴിയുണ്ട്. കേക്ക്. ഞാൻ അപ്പൂപ്പന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കാം. എന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. വീർ, മതി അവിടെ നിന്ന് കുശുകുശിക്കിയത്. എന്നാൽ നമുക്കിനി കുറച്ചു നേരം ആക്ഷൻ ആയാലോ?
ഇന്നെ പിടിച്ചോ. നീ പിടിച്ചോ. യ്യ. ഞങ്ങൾ എത്തിപ്പോയി. നീ നിന്റെ ഡ്രാമ തുടങ്ങിക്കോ. ഓക്കേ ഇംലി, ഞാൻ ആ മഹാമാന്ത്രികന്റെ അടുത്ത് എന്റെ ശക്തികളെ ഡബിളാക്കാൻ വേണ്ടി ആ മലയുടെ മുകളിൽ പോവുകയാണ്. അപ്പൊ എനിക്ക് ബണ്ടിയെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാവും. അയാൾ ഒരു ദിവസത്തേക്കാ ഇങ്ങോട്ട് വന്നത്. ആരെന്ത് പറഞ്ഞാലും ചെയ്തോടുകയും ചെയ്യും. നിന്നെ ആ മഹാമാന്ത്രികന്റെ അടുത്തേക്ക് പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല വീർ.